പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കണക്കുകൂട്ടലുകൾ തെറ്റിയിട്ടില്ല. എസ് ജയശങ്കറിലൂടെ ഭാരതത്തിന് ലഭിച്ചത് പക്വമതിയായ ഒരു രാഷ്ട്രീയ നേതാവിനെ തന്നെയാണ്. താൻ രാഷ്ട്രീയത്തിലേക്ക് വരാൻ കാരണക്കാരനായത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് എന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നിൽ എന്തെങ്കിലും കണ്ടിരിക്കാം, അതുകൊണ്ടാണ് അദ്ദേഹം തന്നെ രാഷ്ട്രീയത്തിലേക്ക് എത്തിച്ചത്. ഗുജറാത്തിലെ ആനന്ദിലെ ചരോദർ ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയിലെ വിദ്യാർത്ഥികളോട് സംസാരിക്കുമ്പോഴാണ് ജയശങ്കർ ഇത്തരത്തിൽ നരേന്ദ്രമോദിയെക്കുറിച്ചുള്ള പരാമർശങ്ങൾ നടത്തിയത്. രാഷ്ട്രീയത്തിൽ വരുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയിരുന്നില്ല. പ്രധാനമന്ത്രി മോദി കാരണമാണ് ഞാൻ രാഷ്ട്രീയത്തിലായത്. ഒരുപക്ഷെ അദ്ദേഹം എന്നിൽ എന്തെങ്കിലും കണ്ടിരിക്കാം. ഗുജറാത്തുമായുള്ള ബന്ധത്തെ താൻ വിലമതിക്കുന്നു എന്നാണ് ജയശങ്കറിന്റെ വാക്കുകൾ. അതേസമയം നരേന്ദ്രമോദിയുടെ ആ ഒരു സിലക്ഷൻ മാറിയിട്ടില്ല എന്ന് ജയശങ്കറിനെ പറ്റി പറയാനുള്ള കാരണം അദ്ദേഹം വളരെ പക്വതയോടുകൂടിയാണ് ഓരോ കാര്യങ്ങൾ, അതിപ്പോൾ നയതന്ത്രത്തിന്റെ കാര്യങ്ങൾ മാത്രമല്ല മറ്റു പല കാര്യങ്ങളിലും അദ്ദേഹം വളരെ ശ്രദ്ധയോടുകൂടിയാണ് തൻ്റെ ഓരോ വാക്കും ഓരോ പ്രസ്താവനയും പോലും മുന്നോട്ട് കൊണ്ടുപോകുന്നത്. വളരെ പഠിച്ച് വളരെ വ്യക്തമായ പ്രസ്താവനകളാണ് പലപ്പോഴും അദ്ദേഹം പറയാറുള്ളത്. അദ്ദേഹം ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, പാകിസ്ഥാൻ ഒരിക്കൽ പ്രോത്സാഹിപ്പിച്ച ഭീകരവാദം ഇന്ന് അവരെ തന്നെ കടിച്ചു കീറാൻ വരികയാണ് എന്നാണ് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ പറഞ്ഞത്. പാകിസ്ഥാൻ ഇരട്ടത്താപ്പ് കളിക്കുകയാണ്. ഒരു വശത്ത് താലിബാനെ നിർത്തിക്കൊണ്ടായിരുന്നു പാകിസ്ഥാൻ ഇരട്ടത്താപ്പ് കാണിച്ചിരുന്നത് എന്നും, പക്ഷേ സ്വന്തം സൃഷ്ടിയായ ആ ഭീകരതയിൽ രാജ്യം കുടുങ്ങിപ്പോയെന്നും അദ്ദേഹം പറഞ്ഞു. ഗുജറാത്തിലെ ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയിൽ നടന്ന ചടങ്ങിൽ സംസാരിക്കുമ്പോഴാണ് അദ്ദേഹം ഈ വാക്കുകൾ പറഞ്ഞത്. അമേരിക്കൻ സൈന്യം അഫ്ഗാനിസ്ഥാൻ വിട്ടതോടെ പാകിസ്ഥാന്റെ ഇരട്ടത്താപ്പ് പൊളിഞ്ഞുപോയെന്നും ജയശങ്കർ പറഞ്ഞു. മേഖലയിൽ മുഴുവൻ ഭീകരവാദം കൊണ്ടുവന്നത് പാകിസ്ഥാൻ ആണ് എന്നും ജയശങ്കറിന്റെ വാക്കുകൾ. ഇരട്ടത്താപ്പ് കളിച്ചിട്ട് അവർക്ക് ലഭിച്ച നേട്ടങ്ങളെല്ലാം അമേരിക്കൻ സൈന്യം അഫ്ഗാൻ വിട്ടതോടെ പാകിസ്ഥാന് നഷ്ടമായി. പാകിസ്ഥാൻ ഒരിക്കൽ പ്രോത്സാഹിപ്പിച്ച ഭീകരവാദം ഇന്ന് അവരെ തന്നെ കടിച്ചു കീറാൻ വരികയാണ്. മുംബൈ ഭീകര ആക്രമണത്തിന് ശേഷം ഒരു അയൽരാജ്യത്ത് നിന്നുള്ള ഇത്തരം പെരുമാറ്റം ഇനി സഹിക്കാൻ കഴിയില്ലെന്ന് ഇന്ത്യക്കാർ തീരുമാനമെടുത്തു. ആ വികാരം ഇന്ത്യയിൽ വളരെ ശക്തമായിരുന്നു. പക്ഷേ ആ സമയത്തെ സർക്കാർ അത് പൂർണ്ണമായി മനസ്സിലാക്കിയിരുന്നില്ല എന്നും ജയശങ്കറിന്റെ വിലയിരുത്തലുകൾ. കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ ഇന്ത്യ ആകെ മാറി. പാകിസ്ഥാനും മാറി എന്ന് പറയാൻ കഴിഞ്ഞെങ്കിലെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. നിർഭാഗ്യവശാൽ അവർ അവരുടെ മോശം ശീലങ്ങൾ തുടരുകയാണ്. 2014 ഇന്ത്യയിൽ സർക്കാർ മാറി. ഇതോടെ ഭീകരവാദ പ്രവൃത്തികളിൽ ഏർപ്പെട്ടാൽ തിരിച്ചടി ലഭിക്കുമെന്ന് പാകിസ്ഥാന് മനസ്സിലായി. ഈ കാലയളവിൽ ഇന്ത്യ സാമ്പത്തികമായും രാഷ്ട്രീയമായും വളർന്നു. ലോകത്ത് ഇന്ത്യയുടെ സ്ഥാനം മെച്ചപ്പെട്ടു. പക്ഷേ പാകിസ്ഥാൻ പഴയ രീതി തുടർന്നു. പാകിസ്ഥാന് വേണ്ടി ഇനി വിലയേറിയ സമയം പാഴാക്കേണ്ട ആവശ്യം ഇന്ത്യക്കില്ല, ജയശങ്കർ പറഞ്ഞു. 2008 മുംബൈ ഭീകര ആക്രമണം ആസൂത്രണം ചെയ്തതിൽ പങ്കെടുത്ത തഹാവൂർ റാണയെ ഇന്ത്യക്ക് കഴിഞ്ഞ ദിവസം കൈമാറിയിരുന്നു. ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട 166 പേർക്ക് നീതി ലഭിക്കാൻ ഞങ്ങൾ വളരെ കാലമായി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ദിവസം വന്നെത്തിയതിൽ എനിക്ക് സന്തോഷമുണ്ട്. യുഎസും ഇന്ത്യയും തമ്മിലുള്ള ഭീകരവിരുദ്ധ സഹകരണത്തെ അഭിനന്ദിക്കുന്നു. 26/11 ആക്രമണത്തിന്റെ ഇരകൾക്ക് നീതി ഉറപ്പാക്കുന്നതിൽ ഇത് തീർച്ചയായും ഒരു വലിയ ചുവടുവയ്പ്പാണ് എന്നും ജയശങ്കർ പറയുന്നു. മഹത്തായ സർവകലാശാലകളില്ലാതെ ഒരു രാജ്യത്തിന് ശക്തമായ രാഷ്ട്രമായി മാറാൻ കഴിയില്ല. ഭാരതം പുരോഗമിക്കുകയാണ് എങ്കിൽ അവിടുത്തെ സർവകലാശാലകളും ആ വളർച്ച പ്രതിഫലിപ്പിക്കണമെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. G20 സമ്പദ് വ്യവസ്ഥകളുടെ വെർച്വൽ ഉച്ചകോടിയിൽ ഇന്ത്യയുടെ പങ്കാളിത്തത്തെക്കുറിച്ചും ജയശങ്കർ അനുഭവങ്ങൾ പങ്കുവച്ചു. COVID-19 കാലത്ത് ഇന്ത്യയുടെ ആരോഗ്യ സംരക്ഷണ സംവിധാനത്തെക്കുറിച്ച് ജനങ്ങൾക്ക് ആശങ്കയുണ്ടായിരുന്നു. എന്നാൽ പ്രധാനമന്ത്രി മോദി രാജ്യത്തിനു വേണ്ടി ഉറച്ചു നിന്നു. മ്യാൻമറിൽ അടുത്തിടെ ഭൂകമ്പം ഉണ്ടായപ്പോൾ അന്ന് തന്നെ ഇന്ത്യയുടെ ദുരന്ത നിവാരണ സംഘം അവിടെ എത്തി. ഇന്ത്യ ഒരു നല്ല അയൽക്കാരനായി മറ്റുള്ളവരെ സഹായിക്കാൻ മുന്നിട്ടിറങ്ങുന്ന രാജ്യമായും ലോകരാജ്യങ്ങൾ കണക്കാക്കുന്നു എന്ന് ജയശങ്കർ സൂചിപ്പിച്ചു. രാജ്യത്തിന്റെ വികസനത്തിലും മറ്റ് ലോകരാജ്യങ്ങളുമായുള്ള നമ്മുടെ ഇടപെടലിലും വിദ്യാർത്ഥികളുടെ താല്പര്യവും ജിജ്ഞാസയും കാണുന്നത് സന്തോഷമുണ്ടെന്നും വിദേശകാര്യമന്ത്രി കൂട്ടിച്ചേർത്തു. 2019 മെയ് 30 മുതൽ ഡോക്ടർ എസ് ജയശങ്കർ ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രിയാണ്. ഗുജറാത്ത് സംസ്ഥാനത്ത് നിന്നുള്ള ഇന്ത്യൻ പാർലമെന്റിന്റെ ഉപരിസഭ അംഗമാണ് അദ്ദേഹം. 2015-18 കാലയളവിൽ വിദേശകാര്യ സെക്രട്ടറിയായും അമേരിക്ക, ചൈന, ചെക്ക് റിപ്പബ്ലിക് എന്നിവിടങ്ങളിലെ അംബാസഡറായും സിംഗപ്പൂരിലെ ഹൈക്കമ്മീഷണറായും സേവനമനുഷ്ഠിച്ചു. മോസ്കോ, കൊളംബോ, ബുഡാപെസ്റ്റ്, ടോക്കിയോ എന്നിവിടങ്ങളിലെ എംബസികളിലും വിദേശകാര്യ മന്ത്രാലയത്തിലും പ്രസിഡന്റിന്റെ സെക്രട്ടേറിയറ്റിലും അദ്ദേഹം മറ്റ് നയതന്ത്ര നിയമനങ്ങളിലും സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.